ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. അതിഗംഭീരമായിട്ടുള്ള ട്രെയിലറുമായിട്ടാണ് ഇന്ന് ജോർജ് കുട്ടിയും ഫാമിലിയും എത്തിയിരിക്കുന്നത്. അതൊരു ട്രെയിലർ ലോഞ്ച് ഇവൻറ്റുമൊക്കെ ആയിട്ട് സംഘടിപ്പിച്ചപ്പോൾ അത് മലയാളിക്ക് ഏറെ പ്രിയങ്കരമാകുന്ന കാഴ്ചയായി. എന്തായാലും ട്രെയിലർ കിണ്ണം കാച്ചിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. മികച്ച ഒരു ട്രെയിലറുമായിട്ട് വരുമ്പോൾ മലയാളിയെ മുൾമുനയിൽ നിർത്തുന്നു. 90കളിലെ സിനിമകളെ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അതെ, അമ്മാതിരി മുൾമുനയിൽ നിർത്തുന്ന ഒരു ആകാംക്ഷയുടെ മുൾമുനയിൽ തന്നെയാണ് ലാലേട്ടൻ നമ്മളെ നിർത്താൻ പോകുന്നത്. ദൃശ്യം 3 ട്രെയിലർ തരംഗമാവുകയാണ്. ഇപ്പോൾ തന്നെ 18 ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾ സിനിമയുടെ ട്രെയിലർ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. സോഷ്യൽ മീഡിയ അക്ഷരാർത്ഥത്തിൽ തീയിട്ട് തന്നെയാണ് ലാലേട്ടൻ്റെ തുടക്കം. ഇതിനിടയിൽ നമുക്കറിയാം പ്രീ സെയിൽ അതിഗംഭീരമായി കുതിച്ചുയരുന്നു ഈ ഒരു വേളയിൽ എന്ന് തന്നെ പറയാം. 2.5 കോടിക്ക് മുകളിലേക്കുള്ള പ്രീ സെയിൽ ഏകദേശം 13 ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ 11 ദിവസങ്ങൾക്ക് മുമ്പ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നു. കേരളത്തിലും മികച്ച രീതിയിലുള്ള ആ ഒരു തരംഗം ഇനിയും ഉണ്ടാകാനും പോവുകയാണ്. എന്തായാലും ദൃശ്യം 3യുടെ ട്രെയിലർ നമുക്ക് നൽകുന്ന സൂചന അയാളുടെ മാനസിക സംഘർഷങ്ങളുടെ പിരിമുറുക്കത്തിൻ്റെ അങ്ങേയറ്റം തന്നെയാണ്. ഇവിടെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ പലരും തോന്നിയിട്ടുണ്ടാവാം ഇവിടെ ജോർജ് കുട്ടി പിടിക്കപ്പെടും അല്ലെങ്കിൽ പിടുത്തം കൊടുക്കും എന്നുള്ളത്. പക്ഷേ ഇന്ന് ട്രെയിലർ ഇവൻറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇവിടെയൊന്നും തീരാൻ പോകുന്നില്ല. ദൃശ്യം 5ഉം 6ഉം ഒക്കെ വരാൻ കിടക്കുന്നു. അതുതന്നെയാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത്. ആന്റണിക്ക് അങ്ങനെ ഒരു പ്ലാനുണ്ട്. എന്താണെങ്കിലും 4ൽ തീർക്കാൻ ചാൻസ് ഇല്ല, 5ലേക്ക് പോകണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഭാരം ഇറക്കി വെക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും അത് സമ്മതിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇക്കുറിയും അമ്മാതിരി ഒരു തൂക്കി തന്നെയായിരിക്കാം ജോർജ് കുട്ടി പോകാൻ പോകുന്നത്. പല സംഘർഷ അവസ്ഥയും, അതായത് ഒറ്റപ്പെട്ട് നിന്ന് ഒറ്റയ്ക്ക് നയിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. ബാക്കി എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു ചിന്ത അത് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതായത് പലരും ഇയാളൊരു തട്ടിപ്പുകാരനാണ്, ഉടായിപ്പാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് തൻ്റെ ഫാമിലിക്ക് വേണ്ടി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അയാൾ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോകണം. 1ലും 2ലുമൊക്കെ കുറച്ച് അനുകമ്പയും ഒക്കെ ആളുകളിൽ നിന്ന് കാണുന്നെങ്കിൽ ഇവിടെ അതൊന്നും ഇല്ലാതാകുന്നു. നമുക്ക് കാത്തിരിക്കാം, ഇതൊരു മികച്ച മറ്റൊരു വിസ്മയമായി മാറുമെന്നുള്ളത്. മലയാളത്തിൻ്റെ ആദ്യ 500 കോടി ഇവിടെ ലോഡ് ചെയ്യാൻ പോവുകയാണ്. ആദ്യ ദിനത്തിൽ തന്നെ സിനിമ ഒരുപക്ഷെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 25 കോടി നേടുന്ന ചിത്രമാകും. വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് 100 കോടി നേടുന്ന ചിത്രവുമാകും. ഒരുപക്ഷെ പ്രീ സെയിലിൽ തന്നെ ഈ ഒരു റെക്കോർഡുകളെല്ലാം ഈ ഒരു സിനിമ തകർക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കമൻസുകൾ പറയാം, ആർക്കൊക്കെയാണ് അങ്ങനെ തോന്നുന്നത് എന്ന് പറയാം. നിങ്ങൾ ആരൊക്കെയാണ് സിനിമ ബുക്കിംഗ് ചെയ്യാൻ പോകുന്നത് ഒക്കെ ഒന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രീൻ മീഡിയാസ്.